Hi guys, welcome back. It's me Aisha. അപ്പോൾ നമ്മുടെ SST എക്സാമിന് ഇനി ഡേയ്സ് ലെഫ്റ്റ് അല്ല, ഇനി കുറഞ്ഞ ടൈം കൂടെ നമ്മൾക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ SSTയിലെ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രം ഈച്ച് ഓഫ് ദ ചാപ്റ്റർ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും പൊളിറ്റിക്സിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ റിലൈ ചെയ്തിട്ട് ഇരിക്കണം എന്ന്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. സിൻസ് നമ്മൾ ബോർഡ് CBSE ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് എവിടെ നിന്നിട്ടും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് എന്നാൽ പോലും നമ്മൾ ഔട്ട് ഓഫ് ഓൾ ദ അനാലിസിസ് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പാറ്റേൺ എല്ലാം മനസ്സിലാക്കിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫ്രം ഹിസ്റ്ററി. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിന്റ് കൾച്ചറും ആൻഡ് ഓൾസോ നാഷണലിസം ഇൻ ഇന്ത്യയും. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഫ്രെഡറിക് സോറിയോസ് വിഷൻ ഓഫ് എ വേൾഡ് ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്സ്. ചിലപ്പോൾ ഒരു പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ, അതും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആ ഒരു ഫ്രെഡറിക് സോറിയോന്റെ ഉട്ടോപ്യൻ വിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ചോദ്യം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കോൺഗ്രസ് ഓഫ് വിയന്ന, അതേപോലെ ജർമ്മൻ യൂണിഫിക്കേഷൻ ഓർ ഇറ്റലി യൂണിഫിക്കേഷൻ. ഇത് രണ്ടും ഈക്വൽ ചാൻസ് ഉണ്ട് കേട്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദ ഐഡിയ ഓഫ് ലിബറൽ നാഷണലിസം. ദ ലിബർ ആ ഒരു വേർഡ് കൊണ്ട് എന്താണ്, പലർക്കും പല അർത്ഥമാണ് ലിബറലിസം കൊണ്ടുള്ളത് അല്ലേ. ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. ദെൻ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ഫ്രഞ്ച് റെവല്യൂഷണറീസ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡന്റിറ്റി. കുറേ വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ചേഞ്ചിന് ചിലപ്പോൾ ഈ വർഷം ചോദിച്ചേക്കാം, ചോദിക്കാതിരിക്കുകയും ചെയ്യാം. ബട്ട് വി ഷുഡൻ ഇഗ്നോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ ആ ഒരു ലാപാട്രി, ലാസിറ്റോൺ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് കൾച്ചർ, അതായത് ലാംഗ്വേജ്, ഫോക്ലോർ, മ്യൂസിക് ഇൻ പ്രൊമോട്ടിംഗ് നാഷണലിസം. കൾച്ചറിൻ്റെ ആ ഒരു റോൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് മാപ്പ് ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഐഡിയ ഓഫ് സത്യാഗ്രഹ ആൻഡ് ഏർലി മൂവ്മെന്റ്സ്, നമ്മുടെ ചമ്പാരൻ, കേദ, അഹമ്മദാബാദ് ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ വൈ വാസ് എ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിത്ഡ്രോൺ ഇൻ 1992, എക്സ്പ്ലെയിൻ ഇറ്റ്സ് റീസണും അതിന്റെ ഇമ്പാക്റ്റും എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സാൾട്ട് മാർച്ച്. ഓക്കെ, സാൾട്ട് മാർച്ചിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാപ്പും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് നമ്മുടെ INC സെഷൻസ്, മദ്രാസ്, കൽക്കട്ട സെഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതേപോലെ ഗാന്ധി സ്ട്രഗിൾസും സാൾട്ട് സത്യാഗ്രഹമൊക്കെ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ മാപ്പിൽ ഏതൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഡിഡ്ന്റ് വാച്ച് ദാറ്റ്, പ്ലീസ് ഗോ ആൻഡ് ഡു വാച്ച് ഇറ്റ് ഔട്ട്. ഓക്കെ, യെസ്. ഇനി അടുത്ത മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ 1.3 ടോപ്പിക്സിന് ശേഷമുള്ളത് നമുക്ക് ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ ഇവിടെ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ദ സിൽക്ക് റൂട്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിൽക്ക് റൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ചോദിക്കണം എന്നില്ല കേട്ടോ. കോൺസെപ്റ്റ് ഇതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ദ വീഡിയോ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇസ് ഹൗ ഡഡ് ഡിസീസസ്, നമ്മുടെ സ്മോൾ പോക്സ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഹെൽപ്പ് ഇൻ കൊളനൈസേഷൻ ഓഫ് അമേരിക്കയെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തെന്നുള്ള കാര്യം. ആൻഡ് ഓൾസോ നമ്മുടെ കോൺ ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണുന്നുണ്ട്. ബട്ട് സിൻസ് അത് ഡിലീറ്റഡ് ആണെന്നും ഡിലീറ്റഡ് അല്ല എന്നുള്ള വാദങ്ങളും ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് ആ ടോപ്പിക് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രിന്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൗ ഡിഡ് പ്രിന്റ് കൾച്ചർ ഹെൽപ്പ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പ്രിന്റ് ഇൻ റിലീജിയസ് റീഫോംസ് ഇൻ ഇന്ത്യ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് പ്രിന്റ് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ ടു ദ പ്രിന്റ് ടെക്നോളജി നമ്മളെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഗ്രോത്തിനൊക്കെ സഹായിച്ചതെന്നുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കൂടിയാണ്. ഇതിൽ തന്നെ ഗുട്ടൻബർഗിൻ്റെ പ്രിന്റിംഗ് പ്രസ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും ബേസ് ചെയ്തിട്ട് ചിലപ്പം 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ വാട്ട് വാസ് എ വെർനാക്കുലർ പ്രസ് ആക്ട്, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെയാണ് പ്രിന്റ് കൾച്ചർ എഫക്ട് ദ വുമൺ റീഡേഴ്സ് ഇൻ ഇന്ത്യ, ഇതുകൂടെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടതുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇസ് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ജോഗ്രഫിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വൈ ഇസ് റിസോഴ്സ് പ്ലാനിങ് എസെൻഷ്യൽ ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് നമ്മൾ റിസോഴ്സ് പ്ലാൻ ചെയ്യേണ്ടത്, നമ്മളെ റിസോഴ്സ് പ്ലാനിങ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ എക്സ്ട്രാ ഐഡിയ നല്ലതായിരിക്കും കേട്ടോ. ദെൻ കോഴ്സസ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്താണെന്നുള്ളത് എഴുതുക. ടൈപ്സ് ഓഫ് സോയിൽ ഇറോഷനും അതിൻ്റെ കൺസർവേഷൻ മെത്തേഡ്സും ഓരോ ഏരിയാസ് വൈസ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെയിം ഡിസ്കഷൻ നമ്മൾ ലൈവ് സെഷനിലും നടത്തുന്നതാണ്, കമ്മിങ് ലൈവ് സെഷനിൽ. അപ്പോൾ അവിടെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ സൊല്യൂഷൻസും കിട്ടുന്നതാണ് കേട്ടോ.
ആൻഡ് നെക്സ്റ്റ് ഇസ് ഫീച്ചേഴ്സ് ഓഫ് സോയിൽ. ഓക്കെ, പല സോയിലിൻ്റെതും ചോദിക്കും. ഖാദർ ബംഗാർ സോയിലും ചിലപ്പം MCQ ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ സോയിലിൻ്റെ ഫീച്ചേഴ്സ്, അലൂവിയലിൽ തൊട്ടിട്ടുള്ള എല്ലാ ബ്ലാക്ക് സോയിലിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ഇസ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ ഓഫ് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അഗ്രികൾച്ചർ കൂടെ ഉണ്ട് കേട്ടോ. റോൾ ഓഫ് കമ്മ്യൂണിറ്റി കൺസർവേഷൻ, നമ്മുടെ ചിപ്കോ മൂവ്മെൻറ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാട്ട് ആർ ദ മേജർ ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, അതും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകൾ, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് കമ്മ്യൂണിറ്റി മൂവ്മെൻറ്റ്സ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കി വെക്കണം. നെക്സ്റ്റ് ഇസ് വാട്ടർ റിസോഴ്സസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മൾട്ടി പർപ്പസ് പ്രോജക്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ബെനിഫിറ്റ്സും ക്രിറ്റിസിസംസും എന്താണെന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എല്ലാം നിങ്ങൾ പോയിന്റ് വൈസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് ഓർത്തെടുക്കാനും ആൻസർ പേപ്പറിൽ എഴുതിയാലും കുറച്ചുകൂടെ മാർക്സ് കിട്ടാനും ആൻഡ് ഓൾസോ ടൈം ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. നെക്സ്റ്റ് ഇസ് കോസസ് ഓഫ് വാട്ടർ സ്കാസിറ്റി എന്താണെന്ന് ചോദിക്കും. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മെത്തേഡ് മെയിൻലി ഇൻ രാജസ്ഥാൻ ഏരിയാസിലുള്ളത്. ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ അല്ലേ, പറ്റുവാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു പിക്ചർ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ വരച്ചു വെച്ചാൽ ഇഫ് പോസിബിൾ, ഓക്കെ, ഞാൻ നിർബന്ധമായിട്ടൊന്നും അല്ല പറഞ്ഞത്, വരച്ചു വെക്കുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ആൻഡ് ഓൾസോ നമ്മുടെ ടെറസ് ഫാമിംഗ് ഒക്കെ ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടെറസ് പോലെയൊക്കെ വരച്ചിട്ട് ഇത് ടെറസ് ഫാമിംഗ് നടിയിൽ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ജോഗ്രഫിയുടെ കേസിൽ അത് നല്ലതായിരിക്കും. ഇനി അഗ്രികൾച്ചർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഗ്രീൻ റവല്യൂഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പാക്ട്സ് നോക്കണം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രിമിറ്റീവ്, ഇൻറ്റൻസീവ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്, അത് നിങ്ങൾ ഓരോ ടേബിൾസ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഖാരിഫ് ആൻഡ് റാബി ക്രോപ്സ് വിത്ത് എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. 2 മാർക്സിനും 1 മാർക്സിനും ഒക്കെ നല്ലോണം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് ഫാമിങ്ങും ക്രോപ്പിക് സീസൺസും then crops and required conditions, that is fiber crops or oil seeds ഒക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസിലേക്ക് നോക്കുവാണെങ്കിൽ കൺവെൻഷണൽ വേഴ്സസ് നോൺ കൺവെൻഷണൽ എനർജി നോക്കി വെക്കണം. വൈ ഇസ് കൺസർവേഷൻ ഓഫ് മിനറൽസ് നെസസറി, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ഓർ ആൻഡ് കോൾ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ കോൾ ആൻഡ് പെട്രോളിയം ആ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക, അവിടെ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഇനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലേക്ക് നോക്കുമ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആഗ്രോ ബേസ്ഡും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസിലും തമ്മിലുള്ളത്, അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കിയാൽ തന്നെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ബൈ NTPC എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി പവർ ഷെയറിംഗിലേക്ക് നോക്കുകയാണ്. നമ്മളെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ബെൽജിയം വേഴ്സസ് ശ്രീലങ്കൻ മോഡൽ, അക്കോമഡേഷനും കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതൊന്ന് നല്ല ഇൻഡെപ്ത് ആയിട്ട് നോക്കുക. ഈ കേസ് സ്റ്റഡി തന്നെ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വൈ പവർ ഷെയറിംഗ് ഇസ് ഡിസൈറബിൾ, 2 റീസൺ ഉണ്ട്. പ്രൊഡൻഷ്യൽ റീസൺസ് ആൻഡ് മോറൽ റീസൺസ്, അത് കൃത്യമായിട്ട് നോക്കി വെക്കുക. ആൻഡ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ അല്ലെ, ഓർഗൻസ് ഓഫ് ഗവൺമെന്റും ലെവൽസ് ഓഫ് ഗവൺമെന്റും തമ്മിലുള്ള പവർ ഷെയറിംഗിന്റെ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ഫെഡറലിസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്സ് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം, 1992 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, പഞ്ചായത്തി രാജ്, ആ 2 ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കമ്മ്യൂണൽസും കാസ്റ്റ് ഇൻ പൊളിറ്റിക്സും പൊളിറ്റിക്സ് ഇൻ കാസ്റ്റും ഒക്കെ പഠിച്ചിട്ടില്ലേ, ആ ടോപ്പിക്സ് ഒന്ന് നോക്കണം കേട്ടോ. ദെൻ ഫോംസ് ഓഫ് കമ്മ്യൂണലിസം എന്താണെന്നും റോൾ ഓഫ് വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്താണെന്നും കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫംഗ്ഷൻസ് എന്താണ്, ചാലഞ്ചസ് ഫേസ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ് അതിന്റെ എക്സാമ്പിൾസും ഓരോ പാർട്ടിയുടെ ഫീച്ചേഴ്സും നിങ്ങൾ മനസ്സിലാക്കുക. അത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഔട്ട്കംസ് ഓഫ് ഡെമോക്രസിയിൽ നോക്കുവാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റിഡക്ഷൻ ഓഫ് ഇനീക്വാലിറ്റി, അക്കോമഡേഷൻ ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് സിറ്റീസൺസ്, ഈ ടോപ്പിക് ഒക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഡെവലപ്മെന്റിലേക്ക് നോക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം വേഴ്സസ് HDI വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ജോഗ്രഫിയിൽ നിന്നോ എക്കണോമിക്സിൽ നിന്നോ ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെവലപ്മെന്റ് ഗോൾസ് ആർ ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ, ഇതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി നോക്കുകയാണെങ്കിൽ 3 സെക്ടേഴ്സ് ആണ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാണ് ടെർഷ്യറി സെക്ടർ ഗ്രോയിങ് ആയിട്ടുള്ളത്, അതിന്റെ റീസൺ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൾസോ അണ്ടർ എംപ്ലോയ്മെന്റിന്റെ പ്രോബ്ലംസ് എന്താണ്, ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഒക്കെ നോക്കിയിട്ടുള്ള ആ ഒരു ഭാഗം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മണി ആൻഡ് ക്രെഡിറ്റ്
ക്രെഡിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ക്രെഡിറ്റ് ഉണ്ട്. കൃത്യമായിട്ട് അതൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിച്ചു വെക്കണം. റോൾ ഓഫ് RBI എന്താണ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അവരുടെ ആ ഒരു റോൾ എന്താണ്, ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ അല്ലെ, കൊളാറ്ററലൊക്കെ എന്താണെന്നുള്ളത് ഇവിടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനിൽ എന്താണ് ഗ്ലോബലൈസേഷന്, എന്ത് ഫാക്ടേഴ്സ് ഒക്കെയാണ് ഗ്ലോബലൈസേഷനെ ഇനേബിൾ ചെയ്തതെന്നാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിച്ചേക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഗ്ലോബലൈസേഷനിൽ നമുക്ക് നോക്കുന്നത് ഗ്ലോബലൈസേഷനും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ആണ്. ആൻഡ് ഓൾസോ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് വാട്ട് റോൾ ഡു MNCs plays in globalization ഉള്ളത്. ഇപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ടോപ്പ് 2 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഹോൾ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏറ്റവും പ്രയോറായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും എൻഷുർ ചെയ്യണം. ഈ വാച്ച് ത്രൂ ഔട്ട് ദ വീഡിയോ യു ഹാവ് ടു വാച്ച് ദിസ് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ്. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മിസ് ഔട്ട് ചെയ്യാണ്ട് ഇരിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒന്നും വെറി ചെയ്യാനില്ല മക്കളെ, വി ഹാവ് സ്റ്റഡീഡ് വെൽ. നമ്മൾ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി എക്സാം എഴുതുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഓൾസോ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യേണ്ടത്, SST പേപ്പർ നിങ്ങളുടെ എങ്ങനെ ആയിരിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്സിലൂടെ അറിയിക്കുന്നതാണ്. സോ ഈ ഒരു ഡേയ്സിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസും ഷോർട്സും ലൈവ് സെഷൻസും കാണാൻ നോക്കുക. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നോ വറീസ്, എവറിത്തിങ് വിൽ ഗോ വെൽ. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. Bye.